റഷ്യ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഉക്രൈന്റെ ലിവീവ് പ്രവിശ്യയിന്മേൽ റഷ്യയ്ക്കുള്ളതിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വെപ്പൺ സിസ്റ്റമായ ഓർഷനിക് ഉപയോഗിച്ച് ഫയർ ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് ഒരു തവണ മാത്രമാണ് ഇത് ചെയ്തത്. 2024 റഷ്യ നിപ്രോവിലുള്ള വളരെ പ്രധാനപ്പെട്ട എയ്റോസ്പേസ് ഇൻഡസ്ട്രി ആക്രമിച്ചപ്പോൾ അവിടെ ഈ ഓർഷനിക് ഉപയോഗിച്ചിരുന്നു. അതിനു മുൻപ് ഏത് തരത്തിലും ഇത്തരമൊരു മിസൈൽ റഷ്യ ഫയർ ചെയ്തിട്ടില്ല. എന്നാൽ ഈ നിപ്രോവിൽ അയച്ചതിനേക്കാൾ ഇപ്പോൾ സംഭവിച്ച ഈ ഒരു ആക്രമണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു 17 ബില്യൺ ക്യൂബിക് മീറ്റർ ഇത്രയും ഗ്യാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫെസിലിറ്റി ഈ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഈ 17 മില്യൺ ക്യൂബിക് മീറ്റർ ഗ്യാസ് എന്നത് വളരെ വലിയൊരു അളവാണ്. ഇത് നമ്മൾ ഏത് രാജ്യവുമായും കമ്പയർ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഇന്ത്യയുമായൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പല മാസങ്ങളോളം ഉപയോഗിക്കാനുള്ള ഒരു ഗ്യാസ് ഈ ഒരു ഫെസിലിറ്റിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ ഒരു സ്ട്രൈക്ക് വളരെ പ്രധാനപ്പെട്ടതായി കാണുന്നു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. റഷ്യ പതിയെ ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ അവരുടെ ഈ രീതികളൊക്കെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സാമ്പിളായി ഇത് മാറിയിട്ടുണ്ട്. സംഭവിച്ച കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യയുടെ ആക്രമണം കൃത്യമായി പറഞ്ഞാൽ ഉക്രൈൻ്റെ സമയമനുസരിച്ച് രാത്രി 11:30 തുടങ്ങി. ഇങ്ങനെ തുടങ്ങുമ്പോൾ എപ്പോഴും റഷ്യ ഒരു ഡ്രോൺ അറ്റാക്ക് അല്ലെങ്കിൽ മിസൈൽ അറ്റാക്കോ ലോഞ്ച് ചെയ്യുമ്പോൾ അവർക്കൊരു പ്രത്യേക പാറ്റേൺ ഉണ്ടാകും. അവരുടെ ബോംബേഴ്സ് അവരുടെ ബേസസിൽ നിന്നും തിരിക്കും. ഉടൻ തന്നെ നാറ്റോയുടെ ഏർലി വാർണിംഗ് റഡാർ സിസ്റ്റംസ് ഒക്കെ ഉക്രൈൻ ആവശ്യമായ ഇൻപുട്ട് നൽകും. അതായത് 1000 കിലോമീറ്ററിൽ നിന്നും റഷ്യയുടെ ഒരു Tu-95 ബോംബ് തിരിച്ചിട്ടുണ്ട്. അടുത്ത ഭാഗത്ത് റഷ്യയുടെ പക്കൽ നിന്നും ഇത്ര മിസൈൽ ലോഞ്ച് ആയിട്ടുണ്ട്, നിങ്ങൾ തയ്യാറായി നിൽക്കുക, ഇത്ര സമയത്തിൽ ഇത്ര മിസൈൽ നിങ്ങളുടെ പ്രദേശത്തേക്ക് വരും. ഇങ്ങനെ ക്ലിയറായി അവർക്ക് ഒരു ഡാറ്റ നൽകും. എന്നാൽ ഇത്തവണ ഈ റെഗുലർ വാർണിംഗുമായി ചേർത്ത് ഉക്രൈന് ഒരു റെഡ് അലാം നൽകിയിട്ടുണ്ട്. ഈ റെഡ് അലാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർണിംഗ് എന്തിനു നൽകി എന്ന് ചോദിച്ചാൽ റഷ്യയുടെ ആസ്ട്രോഗൻ പ്രവിശ്യ, ഈ പ്രവിശ്യയിൽ കബസ്തീൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ ടെസ്റ്റ് റേഞ്ച് ഉണ്ട്. അവിടെ നിന്നും ഒരു മിസൈൽ ലോഞ്ച് ആകുന്നത് ശ്രദ്ധിച്ചു. ഇത് സാധാരണ ഒരു ബാലിസ്റ്റിക് മിസൈൽ പോലെ അല്ല. കാരണം ഇസ്കാന്ദർ മിസൈലിന്റെ ലോഞ്ച് ഒക്കെ ഇവരെ കൊണ്ട് സ്പേസ് ബേസ്ഡ് സെൻസാസിനെ കൊണ്ടൊക്കെ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇവരുടെ ഏർലി വാർണിംഗ് റഡാർസിനെ കൊണ്ടുപോലും ഇത് അതിന്റെ ടെർമിനൽ ഫേസിനോട് അടുത്തേക്ക് വരുമ്പോൾ മാത്രമേ അമേരിക്കയെ കൊണ്ട് അതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു മിസൈലിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ വാർണിംഗ് അമേരിക്കയുടെ ഏർലി വാർണിംഗ് റഡാർസിലൂടെ നൽകപ്പെടുന്നു. റഷ്യയും ഇത് മുൻകൂട്ടി തന്നെ പറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഉടൻ തന്നെ ഉക്രൈൻ ഈ അലേർട്ട് പോകുന്നു. റഷ്യ ഒരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് വരുന്നത് ഓർഷനിക് മിസൈൽ ആയിരിക്കാം എന്നൊരു സൂചന. ഇവർ ഈ മിസൈൽ ലോഞ്ച് ചെയ്ത സ്ഥലത്തിനും ഇത് താഴെ വീണ ആ ഒരു ലീവ് പ്രവേശിക്കും ഇടയിലുള്ള ഒരു ദൂരം, ഏരിയൽ ഡിസ്റ്റൻസിൽ ഷോർട്ടസ്റ്റ് ദൂരം നോക്കുകയാണെങ്കിൽ 1830 കിലോമീറ്ററിലും അധികമാണ്. ഏകദേശം ഒരു 2000 കിലോമീറ്റർ എന്ന് തന്നെ വയ്ക്കാം. ഈ വാർണിംഗ് വന്ന അടുത്ത 9ാമത്തെ മിനിറ്റിൽ തന്നെ ഈ മിസൈൽ താഴെ വീണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. കൂടെ തന്നെ റഷ്യ 13 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിട്ടുണ്ട്. 300-ലധികം ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കീവിൽ മാത്രം നടത്തിയ ഈ ഒരു ആക്രമണത്തിൽ 4 പേർ ഇതുവരെ മരിച്ചിട്ടുണ്ട്. ഈ ഓർഷനിക്കിനെ ഉപയോഗിക്കുക എന്നത് ഉക്രൈൻ ഒരു വലിയ കാര്യമല്ല. ഉക്രൈൻ ഇതിനകം തന്നെ ഓർഷനിക് കണ്ടിട്ടുണ്ട്. വീണ്ടും അവരുടെ സ്ഥലത്ത് ആ ഒരു മിസൈലിലൂടെ അവർക്കൊരു ആക്രമണം നടന്നാലും ഒരിക്കലും റഷ്യ ന്യൂക്ലിയർ ടിപ്ഡ് വാർഹെഡ് വെച്ചത് അത് അയക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് പൂർണ്ണമായും യൂറോപ്പിനും നാറ്റോയ്ക്കും നൽകിയിട്ടുള്ള ഒരു ക്ലിയർ വാർണിംഗ് ആണ്. ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാനിപ്പോൾ പറയാം. റഷ്യ എന്തിനിപ്പോൾ ഈ ഒരു മിസൈൽ ലോഞ്ച് ചെയ്തു? അടുത്തിടെ നടന്ന ഒരു വലിയ എസ്കലേഷൻസ് ഒക്കെ നമുക്ക് എടുത്തു നോക്കാം. അത് പുടിന്റെ വീടിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം യൂറോപ്പ് വഴി ഫ്രാൻസും UK-യും ചേർന്ന് ഞങ്ങൾ അകത്തേക്ക് സൈനികരെ അയക്കും എന്നുള്ള ഒരു പിടിവാശി കാണിച്ചു. കൂടെ തന്നെ അമേരിക്ക ഇപ്പോൾ റഷ്യയുടെ ഒരു ടാങ്കറിനെ സീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ 3 കാര്യം, ഈ 3ഉമാണ് അടുത്തിടെ നടന്ന മേജർ എസ്കലേഷൻസ്. ഈ 3ൽ ടാങ്കർ സംബന്ധിക്കുന്നത് റഷ്യക്ക് അത്ര വലിയൊരു കാര്യമേ അല്ല, ഒരു പ്രശ്നമല്ല. എൻ്റെ പക്കൽ 1000 ടാങ്കർ ഉണ്ട്, അതിൽ കൂടിപ്പോയി 1-2 നിങ്ങൾ പിടിക്കും, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് നമുക്ക് മാറ്റിവെക്കാം. ബാക്കിയുള്ള 2 പോസിബിലിറ്റീസ്, ഒന്ന് പുടിന്റെ വീടിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ ഒരു മറുപടി ആയിരിക്കണം. അല്ല എങ്കിൽ ഇവിടെ വെസ്റ്റേൺ ട്രൂപ്സ് ഡെപ്ലോയ്മെന്റ്, ഇതിനെ റഷ്യ എത്രത്തോളം സീരിയസ് ആയി കാണുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായി ഈ ഒരു സ്ട്രൈക്ക് മാറിയിട്ടുണ്ടാകാം. ഇതിൽ ഒരുപാട് പേർ പറയുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരുന്ന ഒരു ക്ലെയിം എന്നത് ഒരു 90 ഡ്രോൺസ് പുടിന്റെ വീടിന് നേരെ അയച്ചത് കൊണ്ടാണ് ഈ ഒരു സ്ട്രൈക്ക് സംഭവിച്ചത് എന്ന്. പക്ഷേ ഇതിൽ എനിക്ക് ഒരു താല്പര്യം തോന്നുന്നില്ല. ഒരു പക്ഷേ അതിനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പുടിന്റെ വീടിന് ലക്ഷ്യം വെച്ച് ആക്രമിച്ചത് കൊണ്ടാണ് റഷ്യ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുണ്ടെങ്കിൽ അത് നേരെ സാബ്രോസീഷ്യ ഫ്രണ്ടിൽ തന്നെ ആക്രമിക്കാമായിരുന്നു, നിപ്രോ പ്രവിശ്യയിൽ. കാരണം അതൊരു വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബാണ്. അല്ലെങ്കിൽ
കീവിൽ ഈ ഒരു മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ ആക്രമിച്ചെങ്കിൽ കൂടിയും ആരും പെട്ടെന്നൊന്നും അങ്ങനെ ഉക്രൈന് സപ്പോർട്ട് നിൽക്കാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മിസൈൽ ഇപ്പോൾ വീണ സ്ഥലം, അതിനും നാറ്റോയ്ക്കുമുള്ള ഒരു കണക്ഷൻ, അത് നമുക്ക് വ്യക്തമായ ഒരു കാര്യം കാണിച്ചു തരുന്നുണ്ട്. വെസ്റ്റേൺ കൺട്രീസ് എപ്പോഴാണോ ഞങ്ങളുടെ ട്രൂപ്സിനെ കൊണ്ടുപോയി അകത്ത് നിർത്തും എന്നൊക്കെ പറഞ്ഞത്, അതിന് മറുപടി കൊടുക്കുന്ന രീതിയായിട്ടാണ് ഈ ഒരു ആക്രമണം സംഭവിച്ചത്. ഇതിൽ ലിവിൽ ഇപ്പോൾ വീണല്ലോ. ഈ വീണ സ്ഥലത്ത് നിന്നും പോളണ്ടിന്റെ ബോർഡർ വെറും 58 കിലോമീറ്റർ മാത്രം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നോക്കിയാൽ 58 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ വീണ മിസൈൽ, ഒരു 9 മിനിറ്റിൽ വീണ മിസൈൽ അടുത്ത ഒരു കുറച്ച് മിനിറ്റിൽ നിങ്ങളുടെ ബോർഡറിലേക്കും വീഴും. നാറ്റോയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ലക്ഷ്യം വയ്ക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്തേക്ക് വീഴും. ഇങ്ങനെ ഒരു വ്യക്തമായ മുന്നറിയിപ്പോട് കൂടി ചെയ്ത ഒരു ആക്രമണമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഫുട്ടേജ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും, എങ്കിലും ഒരു തവണ കൂടെ പ്ലേ ചെയ്യാം. ഇത് നിങ്ങൾ ആദ്യം കാണുക. കാണുമ്പോൾ നിങ്ങൾ തന്നെ സ്റ്റണ്ടായി പോകും. വീഡിയോ കണ്ടല്ലോ, വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും സമുനേഷൻസുമായി ചേർത്താണ് മിസൈൽ അതിന്റെ സ്ട്രൈക്ക് നടത്തിയത്. ഇതിൽ ആംഗിൾ ഓഫ് അറ്റാക്ക് നിങ്ങളും നോക്കുക. കൃത്യമായി നോക്കിയാൽ ഒരു 70 ഡിഗ്രി മുതൽ 75 ഡിഗ്രിക്കുള്ളിൽ തന്നെ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്. ഏതൊരു എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ടും ഇതിനെ ആ സമയം തടയാൻ കഴിയില്ല. അതായത് റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആയാലും അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ആയിരുന്നാലും ശരി, മണിക്കൂറിൽ 12,000 കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡറിനെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഈ ആംഗിൾ ഓഫ് അറ്റാക്കും അത് കൺഫേം ചെയ്യുന്നുണ്ട്. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ എത്രത്തോളം മോശമാണ്, അമേരിക്ക എന്തുകൊണ്ട് പല ബില്യൺ ഡോളേഴ്സ് ചിലവാക്കി അവരുടെ ഈ ഡാർക്ക് ഈഗിൾ പ്രോജക്റ്റിനെ ഇവിടെ പുഷ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു അറ്റാക്ക്, ഈ ഒരു വീഡിയോ ഇത് വ്യക്തമാക്കി തരുന്നുണ്ട്. ശരി, ഇപ്പൊ എന്ത് സംഭവിച്ചു? ഓഷ്യനിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു. ഏകദേശം ഒരു മിസൈലിന്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം 9 മില്യൺ മുതൽ മാക്സിമം 15 മില്യണോളം ഉണ്ടാകും. അതിന്റെ വാർഹെഡ് അനുസരിച്ച് വ്യത്യാസപ്പെടും. അതായത് വാർഹെഡിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മിസൈൽ റേറ്റ് മാക്സിമം 19 മില്യൺ വരെയും പോകാം. അപ്പോൾ ഇവിടെ റഷ്യ എന്ത് ലക്ഷ്യം വെച്ചാണ് ആക്രമിച്ചത്? ഈ മിസൈൽ ലോഞ്ച് ചെയ്തതിന് റഷ്യക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓരോന്നായി പറയാം. അതിനുശേഷം റഷ്യക്ക് ലാഭമുണ്ടോ ഇല്ലയോ എന്നുള്ള തീരുമാനത്തിൽ നിങ്ങൾ തന്നെ വരിക. ഉക്രൈൻ ഗ്യാസ് കൂടുതലുള്ള ഒരു രാജ്യമാണ്. യൂറോപ്യൻ യൂണിയനിൽ നോക്കിയാൽ മൂന്നാമത്തെ നാച്ചുറൽ ഗ്യാസ് കൂടുതലുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഉക്രൈൻ. എന്നാൽ ഇപ്പോൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് സ്റ്റോറേജ് ഫെസിലിറ്റി അത് 45%-ലധികവും വെസ്റ്റേൺ ഉക്രൈൻ, അത് ലീവിലാണുള്ളത്. ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാകും. പോളണ്ടോട് ചേർന്ന അതിർത്തിയിലുള്ള പ്രദേശങ്ങളിൽ അതൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഗ്രൗണ്ട്സും അവിടെ തന്നെ ഉണ്ട്. ഇതിൽ ഒരു ഗ്രൗണ്ടിനെയാണ് ഇപ്പോൾ റഷ്യ ലക്ഷ്യം വെച്ച് ആക്രമിച്ചത്, അതും ഓഷ്യനിക് മിസൈലിലൂടെ. ഈ സ്ഥലത്തിന്റെ പേര് ബിൽഷെ ഒൽസ്കോ ഹെസ്കെ, UGS എന്നും ഇതിനെ പറയും. അണ്ടർഗ്രൗണ്ട് ഗ്യാസ് സ്റ്റോറേജ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇതിനു മുൻപും ഇവിടെ നിന്ന് പ്രകൃതി വിഭവങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ പ്രകൃതി വിഭവങ്ങളുടെ അളവ് കൂടിയ ശേഷം നാച്ചുറലായുള്ള ഒരു സ്ഥലത്തെ ആർട്ടിഫിഷ്യലായി റീകൺസ്ട്രക്ട് ചെയ്തു, എഞ്ചിനീയറിംഗ് ചെയ്ത് അതിനെ ഗ്യാസ് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാക്കി മാറ്റി. ഇനി ഈ സ്ഥലത്ത് എത്രത്തോളം ഗ്യാസ് സ്റ്റോർ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 17 ബില്യൺ ക്യൂബിക് മീറ്റേഴ്സ്, അത്രയും അളവ് ഗ്യാസ് ഈ സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ കഴിയുമെന്നും പറയുന്നു. ഇത് ഇങ്ങനെ കണക്ക് പറയുമ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ ഇതിൽ ആക്രമണം നടത്തുമ്പോൾ ഇത്രയും നഷ്ടം ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോഴും അത് സാധാരണമായി തോന്നാം. ഒരു ചെറിയ കാൽക്കുലേഷൻ വീണ്ടും പറയാം. ഇന്നത്തെ മാർക്കറ്റ് റേറ്റിൽ, യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു ക്യൂബിക് മീറ്റർ ഗ്യാസിന്റെ റേറ്റ് $350 മുതൽ $500 വരെയുണ്ട്. എവിടെയാണ് ആ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നത്, എത്ര ദൂരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു, ഏത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നു, ടാക്സേഷൻ സിസ്റ്റംസ് എല്ലാം ഉപയോഗിച്ച് $350 മുതൽ $500 വിലയ്ക്കാണ് അത് പോകുന്നത്. അപ്പോൾ ഈ കണക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, കുറഞ്ഞത് ഈ 17 ബില്യൺ ക്യൂബിക് മീറ്റർ ആ ഒരു ഗ്യാസ് എന്നത് 8-9 ബില്യൺ USD നഷ്ടം ഉക്രൈന് നൽകും. അതുമാത്രമല്ല, ഇത് സൈസ് കമ്പാരിസൺ വെച്ച് പറയണമെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് ഒരു 4 മാസം ഉപയോഗിക്കാൻ ആവശ്യമായ ഗ്യാസ്, അത് ഇൻഡസ്ട്രിയൽ യൂസ് മുതൽ നമ്മൾ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുന്ന കണക്കെല്ലാം വെച്ച് നോക്കിയാൽ ഏകദേശം 4 മാസം നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ ഗ്യാസ് ഈ ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിയും. അങ്ങനെ ഒരു ഗ്യാസ് ഫെസിലിറ്റിയാണ് റഷ്യ ഇപ്പോൾ ആക്രമിച്ചത്. പക്ഷെ അത് പൂർണ്ണമായും നശിക്കാനുള്ള സാധ്യതയില്ല. കാരണം അവിടെ ഗ്യാസ് വളരെ മിനിമൽ എമൗണ്ടിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. അവിടെ എപ്പോഴാണ് കൂടുതൽ ഗ്യാസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്ന് അറിയണ്ടേ? റഷ്യയുടെ ഗ്യാസ് ഇവർ വാങ്ങി യൂറോപ്യൻ യൂണിയനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെയാണ് അതിനെ ഒരു വലിയ ഹബ്ബായി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 2025 ഒക്ടോബർ മാസത്തിൽ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ ഉക്രൈനുള്ളിലെ ഈ ഒരു ഗ്യാസ് ഫീൽഡ്സിനെ
അതായത് ഈ ഗ്യാസ് ഫീൽഡ് നമുക്ക് എങ്ങനെയെല്ലാം ആക്സസ് ചെയ്യാം, മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഗ്യാസ്, അല്ലെങ്കിൽ പുതിയ അഗ്രിമെന്റ് ഒക്കെ ചെയ്ത് റഷ്യയുടെ പക്കൽ നിന്ന് തന്നെ ഗ്യാസ് വാങ്ങുകയാണെങ്കിൽ അതിനെ എങ്ങനെ യൂറോപ്യൻ യൂണിയനിലേക്ക് പമ്പ് ചെയ്യാം, ഇങ്ങനെയുള്ളതിന്റെ റിസർച്ച് ഒക്കെ ഈ ഗ്യാസ് ഫീൽഡിൽ ചെയ്തിരുന്നു. അതിന്റെ പോസിബിൾ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഗ്യാസ് സ്റ്റോറേജ് ഫെസിലിറ്റി എന്നത് ഉക്രൈന് ആവശ്യം എന്നതിലുപരി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് വളരെ ആവശ്യമാണ്. കാരണം ഇന്ത്യ പോലുള്ള ഒരു വലിയ മാർക്കറ്റിന് 4 മാസം വരെയും വരുന്ന ഗ്യാസ് ഇവിടെ ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പകുതി യൂറോപ്യൻ യൂണിയനും തള്ളി നീക്കാൻ ആവശ്യമുള്ളതായിരിക്കും. ഇത് വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഉക്രൈന് അത്ര വലിയ ഗ്യാസ് റിസർവ് ഒന്നും ഇല്ല. ഈ വെസ്റ്റേൺ പ്രദേശത്തുള്ള അവരുടെ ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സ്റ്റോറേജ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നശിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം ഉക്രൈൻ്റെ പക്കൽ നിന്നും യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. കൂടാതെ മിസൈൽ സ്ട്രൈക്ക് നടന്നതിന് ശേഷം ഏകദേശം ഒരു 2-3 മിനിറ്റ് അവിടെ ഒരു വലിയ തീപിടുത്തമുണ്ടായ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗ്യാസ് സ്റ്റോറേജ് ഫെസിലിറ്റി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അവിടെ ഒരു വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉക്രൈൻ ആ ഒരു ഏരിയ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആക്സസ് ആർക്കും നൽകുന്നില്ല. ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട്സ് പുറത്തു വരാൻ തന്നെ കുറഞ്ഞത് 2-3 ദിവസം എടുക്കും. അവിടെ ആക്രമണം നടന്നിട്ടുണ്ട്, എത്രത്തോളം ആക്രമിച്ചു എന്നൊന്നും അറിയില്ല. ഓഷനിക് മിസൈലിനെ സംബന്ധിച്ചിടത്തോളം ഇത് യൂറോപ്പിന് വളരെ പ്രധാനപ്പെട്ടൊരു ത്രെട്ടാണ്. റഷ്യ മുൻകൂട്ടി തന്നെ ഇൻഫോം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് കാരണം ഈ മിസൈൽ ലോഞ്ച് ആയ സമയം മുതൽ തന്നെ സിബ്രിസ് എന്ന സ്പേസ് ബേസ്ഡ് ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്കിംഗ് റഡാറിലൂടെ അമേരിക്ക കൊണ്ട് അതിനെ നിരീക്ഷിക്കാൻ കഴിയും. കാരണം ഇതൊരു ന്യൂക്ലിയർ ടിപ്ഡ് മിസൈലായും അകത്തേക്ക് വരാം. ഈ പറന്നു വരുന്ന മിസൈലിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. മിസൈൽ വരുന്നുവെന്ന് മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അത് ന്യൂക്ലിയർ ആംഡ് മിസൈലാണോ കൺവെൻഷണൽ ആംഡ് മിസൈലാണോ എന്നുള്ളത് നിങ്ങളെ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. അത് താഴെ വീണതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നാറ്റോ റെസ്പോൺസ് സിസ്റ്റം അതിന് റെഡിയായി നിൽക്കും. ആ ഒരു കാറ്റഗറിയിൽ നോക്കിയാൽ റഷ്യ ഒരു പക്ഷേ മുൻകൂട്ടി പറഞ്ഞിട്ട് ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നാറ്റോ ഇപ്പം തന്നെ ഒരു വലിയ മറുപടി അറിയിക്കുമായിരുന്നു. അവരുടെ റെസ്പോൺസ് അവിടെ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കും. എന്തെങ്ങനെയായാലും റഷ്യ ഇൻഫോം ചെയ്തോ ഇല്ലയോ, ഉക്രൈനിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതിലൂടെ മുഴുവൻ യൂറോപ്യൻ യൂണിയനും വ്യക്തമായ ഒരു മെസ്സേജാണ് റഷ്യ നൽകിയിരിക്കുന്നത്. ഇതിൽ ആ ടൈം ലൈനാണ് ഇവിടെ വളരെ മികച്ചതായിട്ടുള്ളത്. UK ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെയുള്ള ഫ്രാൻസ്, ആരും ആയിക്കോട്ടെ, ഞങ്ങൾ റഷ്യ ഉക്രൈൻ ബോർഡറിനുള്ളിൽ സൈനികർ അയക്കില്ല, വെസ്റ്റേൺ ഉക്രൈനുള്ളിൽ ഞങ്ങളുടെ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ നിർത്തുമെന്നായിരുന്നു അവർ ജസ്റ്റിഫൈ ചെയ്തത്. വെസ്റ്റേൺ ഉക്രൈനിലല്ലേ നിർത്തുക? ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർത്തുക, ഞാൻ കാണിച്ചു തരാം എന്ന രീതിയിൽ അതേ വെസ്റ്റേൺ ഉക്രൈനിലേക്കാണ് ഈ ഒരു മിസൈൽ ഇപ്പോൾ റഷ്യ അയച്ചിരിക്കുന്നത്. ഇതൊരു വലിയ എസ്കലേഷൻ തന്നെയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പുടിൻ വ്യക്തമായൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു മിസൈൽ ലോഞ്ച് മാത്രം അല്ല. 9 മിനിറ്റിൽ വെസ്റ്റേൺ ഉക്രൈനിൽ വീണ മിസൈൽ അടുത്ത 13-ാം മിനിറ്റിൽ 13-ാം മിനിറ്റിൽ തന്നെ പോളണ്ടിലോ അല്ലെങ്കിൽ പക്കലുള്ള ജർമ്മനിയിലോ വീഴുമെന്നുള്ള ഒരു മുന്നറിയിപ്പായി തന്നെ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മിസൈൽ ലോഞ്ച് എന്തിൻ്റെ ഒരു റെസ്പോൺസ് ആയിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.